വെൽക്കം ബാക്ക് ടു കുൽവൻ ചിമ്മൂസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ അജ്മാലിലെ പിക്മി സൂറോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ ഏകദേശം ഈ ഇതിന്റെ പിക്മി സൂവിന്റെ എൻട്രൻസിലോട്ട് എത്താറായി. ഭയങ്കര വെയിലാണ് കേട്ടോ, നമുക്ക് ചൂടുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഇവിടെ നല്ല ചൂടാണ്. ഇന്ന് ഈദായതുകൊണ്ട് നല്ല റഷ് ആയിരുന്നേ. നമ്മൾ ടിക്കറ്റിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാനും ജിമ്മും കൂടെ ആ ടൈമിൽ കുറച്ച് ഇൻട്രോ വീഡിയോസും കൂടെ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് കുലുവിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല റഷ് ഉണ്ട്. ലീവായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുള്ള കാഴ്ച കാണാം കേട്ടോ. അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ കുറേ പുല്ലൊക്കെ അവിടെ കാണുന്നുണ്ട്. ക്യാരറ്റും, അതായത് അവിടുത്തെ ആനിമൽസിനെ ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വാങ്ങിയിട്ടില്ല. പിന്നെ പാമ്പുണ്ടായിരുന്നു. പാമ്പ് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കഴുത്തിലും കയ്യിലൊന്നും പിടിക്കാൻ നിന്നില്ല. കുലുവിനും ഭയങ്കര പേടിയായിരുന്നു. പിന്നെ മക്കളിതാ അവർക്ക് ഫീഡ് ചെയ്യാനുള്ള പുല്ലൊക്കെ ആയിട്ട് ആനിമൽസിൻ്റെ അടുത്തോട്ടേക്ക് പോയിട്ടുണ്ട്. നല്ലൊരു വൈബായിരുന്നേ. കുട്ടികൾക്കായാലും നല്ല ഇഷ്ടമായി. നോക്കി അവരൊക്കെ എന്ത് ഹാപ്പിയിലാണ് ആനിമൽസിനെ ഫീഡ് ചെയ്യുന്നതെന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നേ. കാരണം അവർക്ക് ആനിമൽസിനെ കയ്യിൽ കിട്ടിയല്ലോ. കാരണം എടുത്തു പറയേണ്ടത് അവിടുത്തെ സ്റ്റാഫിൻ്റെ ആ ബിഹേവിയറാണ്. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരും ഭയങ്കര ഹാപ്പിയാണ്. എത്ര ടൈം വേണമെങ്കിലും നമുക്കവിടെ ആനിമൽസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാം. അതാണ് കുട്ടികൾക്ക് പിന്നെയും അങ്ങോട്ട് പോകണം എന്നായിരുന്നു പറയുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലെത്തിയിട്ട് അവർ പറയുന്നത് സൂലോട്ട് പോകണം, റാബിറ്റിനെ കളിപ്പിക്കണം എന്നാണ് പറയുന്നത്. ആ റാബിറ്റുകളൊക്കെ നല്ല ക്യൂട്ടായിരുന്നു. നമുക്ക് താഴെ വെക്കാനേ തോന്നുന്നുണ്ടായിട്ടില്ല, അത്രയും സൂപ്പറായിരുന്നു. പിന്നെ ചൂട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ സഹിക്കബിളായിരുന്നു. ബാക്കിയൊക്കെ എന്താ പറയുക, അത്രയും നല്ലൊരു വൈബായിരുന്നു നമുക്ക് ഫീൽ ചെയ്തത്. ഈവൻ കുട്ടികൾക്കായാലും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ടോർട്ടോയ്സിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കയ്യിലെടുക്കുന്നത്. അപ്പം ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ അതിനെടുത്തപ്പോൾ ആ ഒരു പേടിയൊക്കെ മാറി. പിന്നെ റാബിറ്റിനായിട്ടും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ചെവിക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തടയി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇഷ്ടംപോലെ ഡോഗൊക്കെ ഉണ്ടായിരുന്നേ. ഡോഗിന് എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാനും പോലും അതിൻ്റെ ഉള്ളിലോട്ട് പോയില്ല. അപ്പം ബാക്കിയുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മളിതാ ബേഡ്സിൻ്റെ സെക്ഷനിലോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ബേഡ്സ് ഉണ്ട്. നോക്കിയത് നമ്മുടെ നാട്ടിലുള്ള കാക്കയാണ്. ഇവിടെ കാക്കകൾ ഭയങ്കര റെയറാണ്. പക്ഷേങ്കിൽ അങ്ങനെ കാക്കയെ കണ്ടപ്പോൾ ഒന്ന് സൂം ചെയ്ത് എടുക്കണം തോന്നി. ഇനിയിപ്പോൾ കുലുവിനെ നോക്കിയേ. കുലുത ബേഡിനൊക്കെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളായാലും അവർക്കും നല്ല ഇഷ്ടമായി. ഇതാ കേതുവിൻ്റെ കയ്യിലും തലയിലും ഒക്കെ മാറി ബേഡ്സ്. മോൻ പേടിച്ചു പോയിട്ടുണ്ടേ. അവൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് നോക്കിയേ. അപ്പം നല്ലൊരു രസമായിരുന്നു. അവിടുത്തെ സ്റ്റാഫും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നേ. നോക്കിയ കുലു കയ്യിൽ ഒരു ബേഡിനെ എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇച്ചിരി പേടിയുണ്ട് എല്ലാത്തിനെയും. അപ്പം കുലു നല്ല പോസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നിന്നിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടോ. അപ്പം നമ്മൾ രണ്ടാളും ഒരു ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചിട്ട് രണ്ടാളും രണ്ട് കയ്യിലാക്കിയിട്ട് ബേഡ്സിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫോട്ടോന് പോസ്റ്റ് ചെയ്യണേ. അപ്പം
ഞാൻ ഭയങ്കരമായിട്ട് പോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ചിമ്മുനെ നോക്കി നിങ്ങൾ, അവൾക്ക് ഭയങ്കര പേടി. പക്ഷെ ഞാൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട് പേടിക്കണ്ട പേടിക്കണ്ട. ഞാനൊന്ന് സ്റ്റൈലാക്കി അതിൻ്റെ തലോടിയതാ. പക്ഷെ അതിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും ഞാൻ പേടിച്ചു. പാട്ടുപാട്, ഏതെങ്കിലും ഒരു പാട്ടുപാട്. അത് വേണ്ട, വേറെ ഏതെങ്കിലും. ഇവിടെ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കുകയല്ലേ, അപ്പം ഞാൻ വെച്ച് ഇവളുടെ ഒരു പാട്ടായാലും. വേണ്ട, ചിമ്മൂസെ പാടൂ. ഏത് പാട്ട്? ഇഷ്ടമുള്ളത് പാടിക്കോ, പാട്. പെട്ടെന്നായിക്കോട്ടെ. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി അതിമേലെ നിൽക്കും ചന്ദനോ ഇടുക്കം ചുമ്മാ ഒരു രസത്തിനായിട്ടോ നടന്നിട്ട് എത്താതെ ഇരിക്കുമ്പോ നമ്മള് വിചാരിച്ചൊരു പാട്ട് ഇനി എന്റെ പാട്ട് വേണോ? നീ എന്താ എന്നോട് പാടാൻ പറയാത്തെ? ഒരു പാട്ട് പാടട്ടെ. നമ്മളൊക്കെ പെട്ടെന്ന് മടങ്ങി കേട്ടാ, ഭയങ്കര ചൂടായിരുന്നു. നമ്മളൊരു 3 hours സ്പെൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തു, നമ്മൾ എൻജോയ് ചെയ്തു. ചൂടിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.